ഞാനിങ്ങനെ ഇരുന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കടുവ വന്നിട്ട് എന്നെ പിടിക്കും. എന്നെ എടുത്തിട്ട് ഒരു 4 മീറ്റർ അപ്പുറം കൊണ്ടുപോവുക ചെയ്തത്. ഒരു 4 മീറ്റർ അപ്പുറത്തേക്ക് എത്തുമ്പോഴേക്ക് അങ്ങനെ അതിന്റെ കയ്യിൽ നിന്ന് ഊരിപ്പോയി. എവിടെ കടി ശരിക്കും? തലയിലാണ്. എനിക്ക് 52 സ്റ്റിച്ച് ഉണ്ട്. തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു ട്രീറ്റ്മെന്റ്. കുനിഞ്ഞാലും നിന്നാലും പിടിക്കേണ്ടത് പിടിക്കും. അതെല്ലാം പേടിയില്ലാണ്ടായി. വന്യമൃഗങ്ങളെ ആക്രമിച്ചവർക്കേ ഇതിനെ കുറിച്ച് പറഞ്ഞാലേ മനസ്സിലാവും. അല്ലാത്തവർക്ക് ഇതൊരു എന്താ പറയുക, ഒരു തമാശ പോലെ അങ്ങ്. അതെ, 2ാം ജന്മം തന്നെ. ഞാൻ ജീവിക്കുന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു. പരിഹരിക്കാൻ പറ്റാൻ നടക്കൂല പറഞ്ഞ മൃഗങ്ങൾ ഉപരിക്കല്ലോ. അതിനെ മാറ്റി നിർത്തിട്ട് ഒരു പരിപാടി നടക്കൂല. കാട്ടില്ല എന്ത് വെച്ചാലും അത് നോക്കും. ആന കിടക്കും. ചില ആനകൾ വച്ചിട്ട് നോക്കും, ആളുണ്ടോ നോക്കും. ചിലത് ആ സമയത്ത് ആളില്ലാന്ന് കണ്ടാൽ അത് മെല്ലെ ഇറങ്ങി വരും. ചിലത് ലൈറ്റ് അടിക്കേണ്ട താമസമുള്ളൂ ഓടി വരും. ചിലത് നമ്മൾ ഒച്ചയിട്ടാൽ നമ്മൾ അത് തിരിഞ്ഞു പോകും. പല സ്വഭാവമുള്ള ആനകളുണ്ട്. ഒരു 100-500 മീറ്റർ അപ്പുറത്തുണ്ടെങ്കിലും മനുഷ്യന്റെ ഒച്ചകെട്ട ഓടി വരും. ചിലത് അങ്ങനെ വരൂല. അങ്ങനെ പല സ്വഭാവത്തിൽ രീതിയിലുള്ള മൃഗങ്ങളുണ്ടെന്ന് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു കേൾക്കായിരുന്നു. ആനയ്ക്ക് രാജബുദ്ധി എന്ന് പറയുന്നത്. വേറെ മാർഗ്ഗമില്ല, ഇത് പെരുകിപ്പോയില്ലേ. അതിന്റെ വയറുന്നുണ്ട്. ചെറുപയറല്ല, നമ്മളത് പോലെ കുറച്ചല്ലല്ലോ. വിശപ്പെടുക്കണ്ടേ? അതിന് വിശപ്പെടുക്കാൻ വേണ്ടി നമ്മളാണെങ്കിൽ ചെയ്യൂലേ. അതിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാട്ടിലില്ല, സാധനമില്ല. ആകളിപ്പോ ഒരു സെന്നയുണ്ട്, അല്ലാണ്ട് വേറെ എന്താ. നാച്ചുറലായിട്ട് എന്ത് കിട്ടാനിപ്പോ അതിന് ഒന്നും കിട്ടാനില്ല. പണ്ടൊക്കെ മുളയുണ്ട്, അതെല്ലാം നശിച്ചു പോയില്ലേ. മനുഷ്യര് കണ്ടോ അക്രമ സ്വഭാവമുള്ള മനുഷ്യരില്ലേ? അതേപോലെ മൃഗങ്ങളിലും ഉണ്ടെന്ന്. അതാണ് എൻ്റെ. അല്ലാണ്ട് ഈ മനുഷ്യനെ പ്രത്യേകം പഠിക്കുന്ന കടുവകൾ വേറെ ഇല്ല ഈ കാട്ടില്. അതിന് ചിലപ്പോ ഒരു അവസരം കിട്ടിയാൽ പിടിക്കും. കടുവ എവിടെ ഉണ്ടായിരുന്നേ? കടുവ തൈ ആ പഞ്ഞിന്റെ ചോട്ടില്. ഞാനിന്നിട്ട് ഇവിടെ ഇറങ്ങിയിട്ടേ പന്നിയാന്ന് ഓർത്തിട്ട് ഞാൻ ഈ പട്ടി കുറച്ചുകൊണ്ട് പോയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഓടിപ്പോയിട്ട് നമുക്കൊന്നും കണ്ടില്ല. പിന്നെ ഞാൻ തിരിച്ചു കയറുമ്പോൾ ഒരൊറ്റ കാർച്ചയാ. മാനാണെങ്കിലും കരടിയാണെങ്കിലും പുലിയാണെങ്കിലും എല്ലാ സാധനങ്ങളും പെരുകും. മയിലൊക്കെ ഇഷ്ടം പോലെ. മലണ്ണാനെന്നൊക്കെ എൻ്റെ നമ്മൾ കാണലേ ഇല്ലായിരുന്നു. കുരങ്ങൊക്കെ അതൊക്കെ ഇഷ്ടം പോലെ. അത് പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ ചെറുപ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല. കണി കാണാൻ കിട്ടൂല. ഇപ്പം അതല്ലല്ലോ അവസ്ഥ. എന്ന് പറഞ്ഞാലും ഭൂമി പെരുകുന്നില്ല, മറ്റതെല്ലാം പെരുകുന്നുണ്ട്. പിന്നെ ഒന്നാം കാട്ടിൽ തീറ്റയില്ല. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ അപ്പപ്പാറ ചേകാടി എന്ന് പറയുന്ന പ്രദേശത്താണ്. തിരുനെല്ലി പഞ്ചായത്തിൽപ്പെട്ട ഒരു പ്രദേശമാണിത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുറച്ച് പുറകോട്ട് നമ്മൾ കുറച്ച് കാര്യം പറയാനുണ്ട്. അത് പറഞ്ഞാലേ നമുക്ക് ഈ ഒരു എപ്പിസോഡിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. കൃത്യം ഒരു 1.5 വർഷം മുന്നേ, അതായത് നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും തുടക്ക കാലത്ത് 2024 ഫെബ്രുവരിയിൽ നമ്മൾ ഈ ഒരു പ്രദേശത്ത് വന്നിരുന്നു. അന്ന് നമ്മൾ ചെയ്തൊരു വീഡിയോ, അതായത് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് 1 ലക്ഷം വ്യൂസ് കിട്ടുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോ നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും ആദ്യത്തെ കാലം മുതൽ നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. വെങ്കിട്ടദാസ് എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് വാച്ചർ, അദ്ദേഹത്തെ കടുവ ആക്രമിക്കുകയും അദ്ദേഹം ഗുരുതരമായി പരിക്കേൽക്കുകയും, കുറേ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് കുറേ നാൾ കിടപ്പിലാവുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ആ കിടക്കുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് ഇവിടെ വരുന്നതും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നതും. പിന്നീട് ആ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സഹായം കിട്ടട്ടെ എന്നോർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ ഒരു വീഡിയോ ആയിരുന്നു അത്. ഏതായാലും ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ആ വീഡിയോ നല്ല രീതിയിൽ, ആദ്യമായിട്ട് നമ്മുടെ ചാനലിന് അത്രയും വ്യൂസ് കിട്ടുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഒത്തിരി ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ഒത്തിരി സഹായങ്ങളും സാമ്പത്തികമായിട്ടും ഒക്കെ അദ്ദേഹത്തിന് അതിൻ്റെ അന്ന് കിട്ടി. അങ്ങനെ പതുക്കെ ആ ചേട്ടനുമായിട്ട് നല്ലൊരു സുഹൃത്ത് ബന്ധം സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാനിപ്പോൾ ആ പ്രദേശത്തേക്ക് വന്നിരിക്കുകയാണ്. വീണ്ടും നമ്മൾ ആ ചേട്ടനെ ഒന്ന് കാണുകയാണ്. ഇപ്പോൾ ഏതായാലും ചേട്ടൻ ഫോറസ്റ്റ് വാച്ചറായിട്ട് തന്നെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ആ ഒരു പഴയ ബന്ധമൊക്കെ ഒന്ന് പുതുക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുന്നതാണ്. അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അന്നത്തെ സംഭവത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് ചോദിച്ച് അങ്ങനെ നിങ്ങളെ ഒന്നും കൂടെ, അതായത് നമ്മുടെ ബാക്കി അന്ന് 3000-2500 സബ്സ്ക്രൈബേഴ്സും കണ്ടുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അപ്പോൾ ബാക്കി നമ്മളിപ്പോൾ 45,000 സബ്സ്ക്രൈബേഴ്സിന്, അപ്പോൾ ഏകദേശം ഒരു 43,000 സബ്സ്ക്രൈബേഴ്സിനും അദ്ദേഹത്തെ ഒരു പക്ഷേ ആ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കും. അല്ലാത്തവരൊക്കെ ഇനിയിപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പോകുമായിരിക്കും. ഏതായാലും ആ പഴയ വീഡിയോ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ. എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ തീവ്രത ശരിക്കും മനസ്സിലാവും. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ലാസ്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ മുകളിലായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ ഏതായാലും നമ്മൾ ആ ചേട്ടനെ ഒന്ന് കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്കിവിടെ ഫോറസ്റ്റിൻ്റെ ജെണ്ടയും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ജനവാസ മേഖലകളായിട്ടുള്ള പ്രദേശമാണ്. മാത്രമല്ല ഏത് സമയത്തും വന്യമൃഗങ്ങളൊക്കെ വരാനോ അല്ലെങ്കിൽ മുന്നിപ്പെടാനോ, കടുവ അടക്കമുള്ള കടുവ ആനയൊക്കെ വരാനോ മുന്നിപ്പെടാനൊക്കെ ഉള്ള സാധ്യതയൊക്കെയുള്ള
പലപ്പോഴും ഈ പ്രദേശത്ത് നിന്നൊക്കെ ആളുകൾ കാണാറുള്ളതാണ്. ഏതായാലും ഇതാണ് ആ പഴയ വീട്. ചേട്ടനെയാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്. ചേട്ടന് ഇപ്പോൾ വീട് മാറി പുതിയൊരു വീട്ടിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും ഇന്ന് ഞാൻ വന്നപ്പോൾ ഇവിടെ വെച്ചാണ് എനിക്ക് മീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ നമ്മൾ വെങ്കടദാസ് ചേട്ടനെ ഒന്ന് കാണും കേട്ടോ. ദാസ് ചേട്ടനെ ഒന്ന് കാണാനായിട്ട് പോവുകയാണ്. ഇതാണ് ആ വീട് കേട്ടോ. ഒരു വർഷം മുന്നേ നമ്മുടെ ചാനൽ ആ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു വീടും കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും. ഇന്നിപ്പോൾ ആൾ താമസമൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ എന്നാലും വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഏതായാലും ചേട്ടനെന്ന് കാണാം. ചേട്ടാ സുഖമാണോ? ഓ സുഖമായിട്ടിരിക്കുന്നു. ആണല്ലേ. നമ്മളിപ്പോൾ കുറച്ചായില്ലേ കണ്ടിട്ട്? അതെ കുറച്ചായി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ സുഖമായിട്ട് പോകുന്നു. പിന്നെ ഇപ്പോൾ തീൻ്റെ സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ ഇപ്പോഴും വാച്ചറായിട്ട് പോകുന്നുണ്ട്. വാച്ചറായിട്ട് പോകുന്നുണ്ട്. ചേട്ടൻ എത്ര വർഷം ആയി ഇപ്പോൾ വാച്ചറായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? 7 വർഷം. 7 വർഷമായി അല്ലേ? 2024 ഫെബ്രുവരിയിലല്ലേ ഫെബ്രുവരി 8-ാം തീയതി 2024 8-ാം തീയതി രാത്രി 8:30. അത് കഴിഞ്ഞൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാനിവിടെ വരുന്നത് അല്ലേ? 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ക്രിസ്റ്റി ഇവിടെ വരുന്നതും എന്നെ കാണുന്നതും. അങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച നടത്തിയത്. അത് എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക ഒരു വഴിത്തിരിവെന്ന് തന്നെ പറയാം. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ക്രിസ്റ്റി. അത് നമ്മൾ ഒത്തിരി എന്താ പറയുക നന്ദിയുണ്ട് ക്രിസ്റ്റിനോട്. ആ ബന്ധം ഇപ്പോൾ കാത്തു സൂക്ഷിക്കുകയാണ് ഇപ്പോൾ ക്രിസ്റ്റിനോട്. ചാനലിന്റെ തുടക്കകാലത്താണ്, അതായത് 10-2000 അങ്ങനെ എന്തോ ആളുകൾ മാത്രം നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് ഞാനിത് എടുക്കാനായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇവിടെ വരുന്നതും. അങ്ങനെ ആദ്യമായിട്ട് ഈ ചാനലിൽ 1,00,000 മേലെ ആളുകൾ കാണുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ ഏതായാലും അതുകൊണ്ട് ചേട്ടന് എന്തായാലും ഒത്തിരി കാര്യങ്ങൾ അതുകൊണ്ട് നടന്നില്ലേ? ഒത്തിരി ആളുകൾ ബോംബെന്ന് വന്നിട്ടുണ്ട്, ചെന്നൈയിൽ വന്നിട്ടുണ്ട്, തിരുവനന്തപുരം, എറണാകുളം, കൊച്ചി, അങ്ങനെയുള്ള ആളുകൾ പല ആളുകൾ ഇപ്പോഴും വിളിക്കാറുണ്ട്. പിന്നെ സമയം കിട്ടാറില്ല, അതുകൊണ്ട് പിന്നെ ഇന്റർവ്യൂ കൊടുക്കാറില്ല. എന്നാലും എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ നിന്നെ സംബന്ധിച്ചാകുമ്പോൾ ക്രിസ്റ്റിനെ സംബന്ധിച്ചാകുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. ആ സമയം കണ്ടെത്തി എന്ത് സമയമാണെങ്കിലും ഒഴിവാക്കിയിട്ടാണെങ്കിലും ഞാൻ സമയം കണ്ടെത്തി വരും. പിന്നെ എനിക്ക് ആ ഒരു സംഭവം, അതായത് അന്ന് ആ നടന്ന കാര്യം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പറയാമോ? കാരണം ഒത്തിരി ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്തുണ്ടായില്ല. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആളുകൾക്ക് അതെന്താ സംഭവം, എന്താണെന്ന് സംഭവിച്ചതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാമോ? ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ പോലെ ഒന്നും അല്ല. കാട്ടിലൊക്കെ പണ്ടൊക്കെ വന്യമൃഗങ്ങൾ കുറവായിരുന്നു. ഇപ്പോൾ പേരിക്ക് ഒരുപാടായിട്ടുണ്ട്. ആനയായിക്കോട്ടെ, കടുവായിക്കോട്ടെ. അന്ന് എൻ്റെ ചെറുപ്പത്താണെങ്കിൽ 1% ഇപ്പോൾ ഒരു 10% വർദ്ധിച്ചിട്ടുണ്ട്. രണ്ടാമത് മാനാണെങ്കിൽ അതുപോലെ തന്നെ കരടി, കടുവ, അതുപോലെ തന്നെ പുള്ളിമാന്. അതില്ലാന്ന് എന്ത് സാധനം ഇല്ലാന്ന് പറയാം. എല്ലാ സാധനം ഈ നാട്ടിൽ തന്നെയുണ്ട്, ഈ കാട്ടിൽ തന്നെയുണ്ട്. നമ്മൾ ജോലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കുറേ വാച്ചർമാരും എല്ലാം പോയി കടുവയിലിങ്ങനെ ഇരുന്ന് നമ്മൾ ആനെ തുരത്തുന്ന ഒരു സംവിധാനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആകെ ഹെഡ്ലൈറ്റും ഇതൊക്കെ തന്നെ ഉണ്ടാവും. അപ്പൊ ഇത് പോകുമ്പോ ആയുധങ്ങൾ വേറെ ഒന്നും ഉണ്ടാവില്ല? ഇല്ലല്ല, ടോർച്ചും പിന്നെ ഒരു വക്കത്തിയും ഉണ്ടാവും ചില ടൈമിന്. പിന്നെ പടക്കവും. അതിനെ വെച്ചാണ് നമ്മൾ ആനെ തുരത്തുന്നതും നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഞാനിങ്ങനെ ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അയാളിപ്പോൾ മരിച്ചുപോയി. മരിച്ചിട്ടൊരു 2 വർഷം കണ്ടായി. അപ്പോൾ ഞാൻ അവനും കൂടി ഇരുന്ന സമയത്ത് അവൻ അടുത്ത സ്റ്റോപ്പിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വിധത്തിലാണ് ഞാനിങ്ങനെ ഇരുന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കടുവ വന്നിട്ട് എന്നെ പിടിക്കും. എന്നെ എടുത്തിട്ട് ഒരു 4 മീറ്റർ അപ്പുറം കൊണ്ടുപോവുക ചെയ്തത്. എടുത്തിട്ട് എന്നെ പൊക്കിക്കൊണ്ട് പോയതാ. കുറച്ച് ദൂരം ഒരു 4 മീറ്റർ അപ്പുറത്തേക്ക് എത്തുമ്പോഴേക്ക് അങ്ങനെ അതിന്റെ കയ്യിൽ നിന്ന് ഊരിപ്പോയി. എവിടെ കടി? ശരിക്കും തലയിലാണ്. എനിക്ക് 52 സ്റ്റിച്ച് ഉണ്ട്. എന്നെ 52 സ്റ്റിച്ച്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു ട്രീറ്റ്മെന്റ്. അവിടെ ഒരു 1.5 ആഴ്ച അവിടെ കിടന്നു. പിന്നെ വന്നുകൊണ്ട് 3 മാസം റെസ്റ്റ് എടുത്തു. പിന്നെയാണ് ഞാൻ ജോലിക്ക് കയറിയത്. എന്റെ കൂടെ അവൻ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ കഴിച്ചിലായത്. എന്റെ 2ാം ജന്മം തന്നെ പറയാം. സാധാരണ കടുവ പിടിച്ചാൽ ഒഴിവാക്കാറില്ല, ഭാഗ്യം കൊണ്ട് മാത്രമേ ഒഴിവാവുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഇന്ന് ജോലി ചെയ്യുന്നത്. അതും കടുവ തലയില കടിച്ചല്ലേ? കഴുത്തല കടിച്ചു. സാധാരണ കടിക്കാൻ സമയം കിട്ടിയില്ല. ഭാഗ്യം കൊണ്ട് ഇത്രേ സംഭവിച്ചുള്ളൂ.
ഇപ്പോഴും ഞാൻ ഫോറസ്റ്റിലെ വാച്ചറായിട്ട് തുടരുന്നു. എന്താ പറയാ, പിന്നെ അങ്ങനെ ജീവിക്കണ്ടല്ലേ? അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇപ്പോൾ അന്നത്തെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട്. തല ഭയങ്കര വേദനയായിരിക്കും ചില ടൈമിന്. ചിലപ്പോൾ ആ വേദന കണ്ണിലോട്ട് ഇറങ്ങും, നെഞ്ചിലോട്ട് ഇറങ്ങും. എന്താ പറയുക, ആദ്യത്തെ പോലെ നടക്കാനും പറ്റില്ല, ശ്വാസം മുട്ടലും, അങ്ങനെ പല വിഷയങ്ങളും എനിക്ക് എൻ്റെ ശരീരത്തിൽ ഉണ്ട് ഇപ്പോൾ. അതിനുശേഷം വന്നല്ലേ? അതെ, അതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടായത്. ഏകദേശം എത്ര നാൾ കിടന്നു? ഞാൻ 3 മാസം കിടന്നേനെ. അതിനുശേഷമാണ് ഞാൻ ഡ്യൂട്ടിക്ക് മെല്ലെ പോയി തുടങ്ങിയത്. നഷ്ടപരിഹാരവും കാര്യങ്ങളൊക്കെ? നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ 10-25,000 രൂപ എനിക്ക് തന്നു ഫോറസ്റ്റിന്. പിന്നെ ഒരു ജോലി ഉണ്ടല്ലോ, അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, സാമ്പത്തികം അല്ലല്ലോ. അങ്ങനെ എന്നെ കൂടുതൽ അറിയാൻ കഴിഞ്ഞത് നിന്നിലൂടെയാണ് എന്നെ കൂടുതൽ അറിയാൻ പറ്റിയത്. പല ആൾക്കാരും ഇതറിഞ്ഞിട്ടാണ് പല ആൾക്കാരും എന്നെ വിളിച്ചതും എന്നെ സമീപിച്ചതും. ഇത്രയും സീരിയസ് ആണെന്ന് അറിഞ്ഞു അല്ലേ? അതെ, ഷോർട്ട് ഫിലിം പോലെയൊക്കെ എടുത്തിട്ടുണ്ട് എന്നെ ബോംബെ നിന്നൊക്കെ വന്നിട്ട്. ഓഹോ, കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് വിളിച്ചു, ചേട്ടൻ്റെ നമ്പർ വേണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ അന്ന് ആ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഫോൺ നമ്പറും കൂടെ കൊടുത്തേ. എനിക്ക് ചെറിയ സാമ്പത്തികമൊക്കെ തന്നിട്ടുണ്ട്. ഇത് നിന്നിലൂടെയാണ് എനിക്ക് കിട്ടിയതും. പിന്നെ അല്ലാതെ അങ്ങനെ എൻ്റർ ചെയ്തൊന്നും എനിക്കൊന്നും തന്നൊന്നുമില്ല. പിന്നെ കോഴിക്കോട് നിന്ന് വേറെ സംഘടന എനിക്ക് കുറച്ച് സാധനം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. ഇത് ഈ പരിസ്ഥിതി പോലുള്ള ആളുകൾ കുറച്ച് കൊണ്ട് തന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ബന്ധങ്ങളുണ്ടായി. നിന്നിലൂടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ ശരിക്കും അറിഞ്ഞത്. ഇതൊന്നും നമ്മൾ അറിഞ്ഞോണ്ടോ അല്ല, ഇതൊന്നും ഇങ്ങനെ സംഭവിക്കുന്ന ഓർത്തോണ്ട് ചെയ്യുന്നതല്ല കേട്ടോ. നമ്മൾ ഒരു ബന്ധവും ഇല്ലാത്ത, ഒരു പരിചയവും ഇല്ലാത്ത ഒരാളാണ്. യാദൃശ്യമായിട്ടും ഞാനിങ്ങനെ സംഭവിച്ചു, നീ വന്നു അല്ലേ, അങ്ങനെ ജീവിതത്തിൽ ആ ബന്ധം ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ചേകാടി എന്ന് പറയുന്ന സ്ഥലത്ത് പോലും വന്നു. ആദ്യമായിട്ട് വന്ന് ഇവിടെ കണ്ട്, ചേട്ടനെ ആദ്യമായിട്ട് കണ്ട് ഇത് എടുത്തോണ്ട് പോയി. പിന്നെ അങ്ങോട്ട് നമ്മൾ പിന്നെ സ്ഥിരം കാണാം പല വിഷയങ്ങളും. പക്ഷെ ഇത് അനുഭവിച്ച് അറിഞ്ഞ ആൾക്കാർ ഇത് പറഞ്ഞാൽ മനസ്സിലാവും, അല്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാക്കും. വന്യമൃഗങ്ങൾ ആക്രമിച്ചവർക്കേ ഇതിനെക്കുറിച്ച് പറഞ്ഞാലേ മനസ്സിലാവും. അല്ലാത്തവർക്ക് ഇതൊരു എന്താ പറയുക, ഒരു തമാശ പോലെ അങ്ങ്. എന്നെ തന്നെ ഒരുപാട് ആൾക്കാർ അതങ്ങനെയാണോ, ഇതിങ്ങനെയാണോ, അത് അങ്ങനെ ആയിരിക്കൂല, ഇങ്ങനെ ആയിരിക്കില്ല, ഊഹാഭോഗങ്ങളാണ്. ശരിക്കും അനുഭവിച്ച ആളാണ് മറ്റുള്ളവർ ഊഹാഭോഗങ്ങളൊക്കെ പറയുള്ളൂ. ശരിക്കും ഒരു രണ്ടാം ജന്മം തന്നെയല്ലേ? അതെ, രണ്ടാം ജന്മം തന്നെ. ഞാൻ ജീവിക്കുന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു. ബോധം വന്നപ്പോൾ ഞാൻ പോയി എന്ന് വിചാരിച്ച ഒരാളാ. സത്യം, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. കടുവ അടിച്ചെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ കടുവ എടുത്തോണ്ട് പോയ ഒരാള് ജീവിതത്തിലേക്ക് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എടുക്കലും ഒരുമിച്ചാ. അത്രയും ഫാസ്റ്റ് ആയിരുന്നു. ആ സമയത്ത് തന്നെ ചേട്ടൻ ബോധം പോയായിരുന്നു. ബോധം പോയി. പിന്നീടാണ് കുറച്ച് കഴിഞ്ഞ ബോധം വന്നത്. അന്നേരം ഈ വാച്ചർമാര് ബാക്കി എല്ലാവരും വന്നു. പിന്നെ ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞ പിന്നെ എനിക്ക് ഓർമ്മയില്ലാണ്ടായി പോയി. പിന്നെ ഞാൻ കോഴിക്കോട് പോയി. അതിന്റെ പിറ്റേന്നാണ് ഫെബ്രുവരി 9-ാം തീയതി തന്നെ രാവിലെ എനിക്ക് ശരിക്കും ബോധം വന്നത് തന്നെ, ശരിക്കുള്ള ബോധം. അപ്പോഴാണ് ഒരാൾ ആന കൊന്നത് അറിയുന്നത്. വയനാട്ടിൽ തന്നെ. പാക്കത്തല്ല, ഇവിടെ പയ്യമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതിനുശേഷം പാക്കത്തും കൊന്നിട്ടുണ്ട് ഒരാളെ 2 ദിവസം കഴിഞ്ഞപ്പോ. ആ സമയത്ത് അജീഷിന് പിന്നെ വേറെ ഒരാളും കൂടി അങ്ങനെ ഇതെല്ലാം ഒരുമിച്ച് 2 മാസത്തിനിടയ്ക്ക് നടന്ന കാര്യങ്ങൾ. ആ ഒരു മാസത്തിലിടയ്ക്ക് നടന്ന കാര്യങ്ങളൊക്കെ അതൊന്നും ഞാൻ ജീവിതത്തിൽ മറക്കില്ല. കാരണം നമ്മളെ എല്ലാം ബന്ധമുണ്ട് ഇതെല്ലാ വിഷയങ്ങളുമായിട്ട്. നമ്മളിങ്ങനെ പോയി എടുത്തപ്പോൾ ആണെങ്കിലും, പ്രത്യേകിച്ച് എന്റെ തുടക്കകാലം ആയതുകൊണ്ടേ ഇതൊന്നും മറക്കാൻ പറ്റുന്ന അനുഭവങ്ങളല്ല. ഇപ്പോഴാണേലും ഇപ്പൊ വൈകിട്ട് രാത്രിക്കാ കൂടുതൽ ഡ്യൂട്ടിക്ക് പോകുന്നത്. ഇപ്പോ പിന്നെ ജനുവരി കഴിഞ്ഞാൽ പിന്നെ പകലാണ്. പിന്നെ അത്യാവശ്യം ആന ശല്യം കൂടുതലാണെങ്കിൽ അവർ നിയമിക്കും 1-2 ആൾക്കാരെ. ഇങ്ങനെ നിയമിക്കും 1-2 ആൾക്കാർ ഇപ്പോൾ ഉണ്ട്, രാത്രിയിൽ നൈറ്റ് ഉണ്ട്. പിന്നെ ബാക്കി എല്ലാവരും പകലാണ്. ഇപ്പോൾ തീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയർ ബെൽറ്റ് ഒക്കെ ഉണ്ട്. അതന്നെ. ഇപ്പൊ കാട്ടുതീയുടെ പ്രശ്നം ഉണ്ടോ? അങ്ങനെ ഉണ്ട്. ഈ വർഷം ആയിട്ടില്ല, ചിലപ്പോ പറയാൻ പറ്റൂല ഏത് സമയത്താണെന്നോ. പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഏത് സമയത്താണ് കത്തുന്നതെന്നോ ഒന്നും പറയാൻ പറ്റൂല. വിളിച്ചാൽ നമ്മൾ അന്നേരം ആ സ്പോട്ടിൽ എത്തണം, തീക്കെടുത്തുക. ഇതാണ് നമ്മുടെ ജോലി. ആനയൊക്കെ ഇങ്ങനെ തുരത്താനൊക്കെ പോകുമ്പോഴേ ആനയൊക്കെ നേരിട്ട് വന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടോ? പിന്നെ നേരിട്ടൊക്കെ ഇഷ്ടംപോലെ നമ്മളെ ഓടിച്ചിട്ടുണ്ട്. നമ്മൾ എന്താക്കും, നമ്മളിങ്ങനെ ഈ കാടായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്, ഒരുപാട് വർഷത്തെ ബന്ധങ്ങളാണല്ലോ. നമുക്ക് ആന്റെ ഇത് മനസ്സിലാവും. ചിലപ്പോൾ യാദൃശ്യമായിട്ട് പെട്ടുപോയാൽ നമ്മൾ എന്താക്കും, ചിലത് നമ്മളെ ഓടിക്കും, ചിലത് നമ്മളെ കണ്ടാൽ മാറിപ്പോകും. ഓടുമ്പോൾ നമ്മളെ വ്യക്തി വെച്ച് നമ്മളത് ചെയ്യുക എന്ന് വെച്ചാൽ ചിലപ്പോൾ മാറിപ്പോകും. അങ്ങനെയൊക്കെയാണ്. ഈ കടുവയാണെങ്കിൽ അത് തന്നെ, ചിലത് നേരിട്ട് ആക്രമിക്കും, ചിലത് ആക്രമിക്കൂല. പണ്ടൊക്കെയാണ് ആക്രമിക്കല് പോയിട്ടാണ്. പുള്ളിപ്പുലി, ഇന്ന് വേണ്ട കരടി ആക്രമിക്കും. കരടി മനുഷ്യനെ പിടിക്കും. കരടിയൊക്കെ നേരിട്ട് ഉണ്ടല്ലേ? ചാർജ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടോ? ചാർജ് ചെയ്യും, പിടിക്കുന്നേ. നമ്മ പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ ജനങ്ങളും മൃഗങ്ങളും ഏകദേശം പണ്ട് ദൂരെയാണല്ലോ, എല്ലാം പേടിച്ച് ഒച്ചയിട്ട് ദൂരെ ഓടിക്കും. ഒച്ചയെടുത്ത പരിപാടി ഇല്ലല്ലോ. ഇങ്ങനെ വന്ന് അടുത്ത് ഇടവഴിക്ക് നോക്കുമ്പോ അതിനും പേടിയില്ലാണ്ടായി. അങ്ങനെയാണ്. അത് നാട്ടിലേക്ക് കൂടുതൽ ഇറങ്ങുന്നതാ. ഈ കുരങ്ങാണി പണ്ടൊക്കെ കാണുമോ? സത്യം. മയിലാണി കാണുമോ? ഒന്നും കാണില്ല. ഇപ്പൊ എല്ലാം വീട്ടുമുറ്റത്താ. രാത്രി പണ്ടൊക്കെ പുറത്തായിരുന്നു ബാത്റൂം ഉണ്ടായിരുന്നത്. ഇപ്പൊ പുറത്ത് എവിടെയെങ്കിലും ബാത്റൂം ഉണ്ടോ? ഇല്ല. എല്ലാം വീടിനകത്ത് വേണോ?
പുറത്തിറങ്ങുന്ന പറയാൻ പറ്റൂല, രാത്രി പുറത്തിറങ്ങാൻ പറ്റൂല. പണ്ടൊക്കെ തീയിട്ട് മുറ്റത്തൊക്കെ കിടന്നോണ്ടിരുന്നേ കൊലായിലൊക്കെ. ഇപ്പൊ അത് നടക്കുവോ? നടക്കൂല. തീ പോലും ആനയ്ക്ക് പേടിയില്ല. അയ്യോ, ആനക്ക് ഇപ്പൊ ഒരു പേടിയില്ല. എന്റെ വീടിന്റെ പുറകിലൊക്കെ വന്ന് കിടന്നിട്ടുണ്ട്. അല്ലേ? പിന്നെ ഈ വീടിന്റെ പുറകിൽ പിന്നെ പുള്ളിപ്പൂലി വന്നിട്ട് എന്റെ വീടിന്റെ പുറകിൽ ഉണ്ടായിരുന്നു. ഞാൻ ലൈറ്റ് അടിച്ച് മെല്ലെ പോയി നോക്കാം, പുള്ളിപ്പൂലി ഉണ്ടായി കോയിനെ പിടിക്കാൻ വേണ്ടി വന്നു. ഒത്തിരി അനുഭവങ്ങളുണ്ടല്ലോ കാടുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നടക്കുന്ന. ഇവിടെ ആന തട്ടിയതാണ്, ഇതൊക്കെ ആന വന്ന് കുത്തിയതാ. അത് ആനയുടെ മുമ്പ് തട്ടിയതാ. ഇത് ആനയുടെ മുമ്പ് തട്ടിയാ? വീടിന്റെ മുമ്പ് തന്നെ ആട്ടോ അത്. അപ്പുറം ചക്ക ഉണ്ടായി. അപ്പൊ ഇവിടെ വന്നിട്ട് ഇതിലെ വന്നിട്ട് തന്നെ ആന എടുത്തോണ്ട് പോയത്. ഇപ്പൊ ഇവിടെ താമസമില്ലല്ലോ ചേട്ടൻ? ഇപ്പൊ താമസമില്ല. എന്നാലും ഞാൻ താമസിക്കും ഇടയ്ക്ക് വന്നിട്ട്. കുടുംബമായിട്ടില്ല, ഞാൻ താമസിക്കുന്നുണ്ട്. വീട് മാറ്റി പുതിയ വീട് വെച്ചത്. നമ്മള് നിൽക്കുന്ന പോലെ മക്കൾക്കാവില്ലല്ലോ. അതെ അതെ, പിള്ളേർക്കൊന്നും ഇങ്ങനെ അയ്യോ ആന്റെ സ്വഭാവം അവർക്ക് അറിയില്ലല്ലോ. കടുവ കടുവ എവിടെ ഉണ്ടായിരുന്നേ? കടുവ ആ പഞ്ഞിന്റെ ചോട്ടില് ഞാൻ രാത്രി ഇവിടെ കിടന്നിട്ട് ഞാൻ എന്നിട്ട് ഇവിടെ ഇറങ്ങിയിട്ടേ പന്നിയാന്ന് ഓർത്തിട്ട് ഞാൻ ഈ പട്ടി കുറച്ചോണ്ട് പോയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഓടി പോയിട്ട് നമുക്ക് ഒന്നും കണ്ടില്ല. പിന്നെ ഞാൻ തിരിച്ചും കയറി. തിരിച്ചു കയറുമ്പോൾ ഒരൊറ്റ കാർച്ചയാ. ഞാൻ ഓടി ആത്താൻ കയറി. ആത്ത കയറി കുറച്ചായി വന്ന് നോക്കുമ്പോ ഞാൻ 2 കല്ലെടുത്ത് കറിഞ്ഞപ്പോ അത് ഒറ്റ വിടല് ഇതില്. ഇവിടെ തന്നെയാണ് ഈ മരത്തിന്റെ. പിന്നെ അവിടെ തന്നെ എന്റെ ഒരു മൂരിനും പിടിച്ച എന്റെ ഒരു വലിയ ഏറ് കൂട്ടുന്ന മൂരിനെ പിടിച്ചോണ്ടായത്. അത് എത്ര മണിയായപ്പോഴാണ് സംഭവം നടന്നത്? രാത്രി 2 മണിക്ക്. പകലും വരാൻ സാധ്യതയുണ്ടല്ലോ. പകൽ രാത്രി ഒന്നും കണക്കില്ല. അതിന് ആളൊന്നും ഒച്ചയൊന്നും ഇല്ലെങ്കിൽ തനിയെ അത് ഇങ്ങനെ വരും. ഈ മറ്റു മൃഗങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഈ പൂച്ച വരുന്ന പോലെ അങ്ങ് വരും. പൂച്ച തന്നെ സെയിം പൂച്ച, അത് യാതൊരു വ്യത്യാസവും ഇല്ല. ആളെ കണ്ടാ പിന്നെ നമ്മളാണ് മുമ്പിൽ പെടുന്നെങ്കിൽ നമ്മളെ തീർക്കും. ചിലത് തിരിഞ്ഞു പോകും, ചിലത് പോവില്ല. നമ്മളെ നേരെ ഇരുന്നാലൊന്നും അല്ല, നിന്നാലും പിടിക്കും, ഇരുന്നാലും പിടിക്കും, പിടിക്കേണ്ടത് പിടിക്കും. അതെ. അയ്യോ, അല്ല പൊതുവെ അങ്ങനെ പറയുന്നല്ല. നമ്മള് പുല്ല് എത്താൻ കുഞ്ഞു നിൽക്കുമ്പോ അതൊന്നുമല്ല, വെറുതെയാണ് പറയുന്നത്. പണ്ടൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. കുനിഞ്ഞാലും നിന്നാലും പിടിക്കേണ്ടത് പിടിക്കും. അത് ഇപ്പൊ ഈ മാനീറ്റർ എന്ന് പറഞ്ഞ അങ്ങനെ ഒരു കടുവയുണ്ടോ? മനുഷ്യനെ പിടിക്കുന്ന കടുവകൾ തന്നെ ഉണ്ടെന്ന് പറയുന്നത്. മാനീറ്റർ എന്ന് പറഞ്ഞിട്ട് മനുഷ്യര് കണ്ടോ അക്രമ സ്വഭാവമുള്ള മനുഷ്യരല്ലേ? അതേപോലെ മൃഗങ്ങളിലും ഉണ്ടെന്ന്. അതാണ് എന്റെ. അല്ലാണ്ട് ഈ മനുഷ്യനെ പ്രത്യേകം പിടിക്കുന്ന കടുവകളും വേറെ ഇല്ല ഈ കാട്ടില്. അതിന് ചിലപ്പോ ഒരു അവസരം കിട്ടിയാൽ പിടിക്കും. ചിലതങ്ങ് മാറിപ്പോകും ഒച്ച കിട്ടാൽ. ചിലതങ്ങനെ ആക്രമിക്കാനൊന്നുമല്ല. ചിലത് ഒന്ന് പിടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിടിക്കും, ഉറപ്പുള്ള കാര്യമല്ല. ഇത് വെറുതെ ഓരോരുത്തർ ഓരോ രീതിയിൽ പറയുന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇതിന്റെ സത്യം അതല്ല. മനുഷ്യരെ അറ്റാക്ക് ചെയ്യാത്ത മൃഗങ്ങളുണ്ട്, മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്ന മൃഗങ്ങളുണ്ട്. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതല്ലാതെ വെറുതെ ചില ആൾക്കാർ വെറുതെ പറയുന്നതാ. അതങ്ങനെ അവരെ ഭാവനക്കനുസരിച്ച് പറയുന്നത്. എനിക്ക് വേണമെങ്കിൽ പറയാലോ, ഭാവനക്കനുസരിച്ച്, എന്റെ ഭാവനക്കനുസരിച്ച് വേണമെങ്കിൽ പറയാലോ. അതല്ലല്ലോ നടക്കുന്നതും, അതുമല്ല. പിന്നെ ഈ കാടിന്റെ സന്തുലിതാവസ്ഥ നിർത്തുന്നത് ആനയും കടുവയെന്ന് പറയുന്നതിന് അതിനൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതിനൊക്കെ വാസ്തവമുണ്ടോ? അതിനെക്കുറിച്ച് എല്ലാം വേണമല്ലോ. ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന എല്ലാ ജീവജാലങ്ങളും അടങ്ങിയതാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടുണ്ടാവും. അതില്ലാന്ന് നമുക്ക് നിഷേധിക്കാൻ പറ്റും. മൃഗങ്ങളും വേണം. പിന്നെ പക്ഷേ ഈ ഒരു പരിധി കൂടുതൽ, അതല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ കാടിന്റെ ക്യാരിങ് കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇത്ര ഏരിയയിൽ ഇത്ര കടുവ, അല്ലെങ്കിൽ ഇത്ര കാട്ടിൽ ഇത്ര ആനയെ പാടുള്ളൂ. അപ്പൊ അതിൽ കൂടുതൽ എണ്ണം വരുമ്പോൾ ഇതിനെല്ലാത്തിനും ബുദ്ധിമുട്ടാവുമല്ലേ? നിലത്തിന് ബുദ്ധിമുട്ടാവും. ഇപ്പൊ മനുഷ്യർ തന്നെ ജീവിക്കുന്നുണ്ട്. പണ്ട് 100 ആളുണ്ടെങ്കിൽ ഇപ്പൊ അതാണല്ലോ 1000 കണക്കാണ്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എന്ന് പറഞ്ഞ പോലെ കാട്ടിൽ ഇതുപോലെ പിന്നെ വിസ്താരം കുറഞ്ഞില്ലേ? ഭൂമിന്റെ വിസ്താരം കുറഞ്ഞല്ലോ. മൃഗങ്ങൾ പെരുകിങ്ങ് വരുമല്ലേ. ഒന്ന് മാത്രമല്ല, ആനയാണെങ്കിലും കടുവയാണെങ്കിലും മാനാണെങ്കിലും കരടിയാണെങ്കിലും പുല്ലിയാണെങ്കിലും എല്ലാ സാധനങ്ങളും പെരുകി. മയിലൊക്കെ ഇഷ്ടം പോലെ. മലണ്ണാനെന്നൊക്കെ എൻ്റെ നമ്മൾ കാണലേ ഇല്ലേ കുരങ്ങൊക്കെ. ഇപ്പൊ കുരങ്ങൊക്കെ വംശനാശം വന്നോണ്ടിരുന്ന സാധനം. അതൊക്കെ ഇഷ്ടം പോലെ. ഏത് നാട്ടിൽ ചെന്നാലും ഏത് പറമ്പിൽ ചെന്നാലും മലണ്ണാനുണ്ട്. അത് പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ ചെറുപ്പത്തൊന്നും ഉണ്ടായ കണി കാണാൻ കിട്ടൂല. ഇപ്പൊ അതല്ലല്ലോ അവസ്ഥ. എന്ന് പറഞ്ഞാലും ഭൂമി പെരുകുന്നില്ല, മറ്റേതെല്ലാം പെരുകുന്നുണ്ട്. പിന്നെ ഒന്നാം കാട്ടിൽ തീറ്റയില്ല. ഈ തേക്കും കാടുകൾ വലിയൊരു പ്രശ്നം. തേക്കാട് ഒരു പ്രശ്നം. പണ്ടങ്ങനെ മുളയുണ്ടായിരുന്നു, പിന്നെ മരങ്ങളുണ്ടായിരുന്നു, അതിന് പറ്റിയ 4 മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പോയി ഉണ്ടായിരുന്നു. അതെല്ലാം വെട്ടി നശിപ്പിച്ചു. തേക്കും തന്നെ വന്നതോടുകൂടി അല്ലേ. പണ്ടൊക്കെയാണ് അത്തിപ്പഴങ്ങൾ ഉണ്ടാവുന്നത്. ഈ മാങ്ങയുടെ സീസണാണെങ്കിൽ മാങ്ങ ഉണ്ടാവും, പിന്നെ ചക്കയുടെ സീസൺ ചക്ക ഉണ്ടാവും, ഞാവൽപ്പഴങ്ങളുണ്ടാവും, തടിച്ചുപഴങ്ങളുണ്ടാവും. അങ്ങനെ എല്ലാത്തിനും ഭക്ഷിക്കാനുള്ള സാധനം കാട്ടിൽ തന്നെ ഉണ്ട്. അതൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എല്ലാം പല മൃഗങ്ങളും എല്ലാം തേടി നാട്ടിലേക്കെല്ലാം കിട്ടുക. വാഴയാണെങ്കിലും ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും അതിന് ഭക്ഷിക്കാൻ പറ്റിയ സാധനമൊക്കെ ഈ നാട്ടിൽ തന്നെയല്ലേ ഉള്ളത്. കാട്ടിലില്ലല്ലോ. കാട്ടിലുണ്ടായ സാധനമാണല്ലോ നാട്ടിലേക്ക് വന്നത്. അത് വെട്ടി നശിപ്പിച്ചു പോയില്ലേ. ഇനിയെങ്കിലും ഈ തേക്കൊക്കെ മാറ്റി ആ പഴയ രീതിയിലേക്ക് ആക്കുവാണെങ്കിലും ഒരു 10 വർഷത്തിനുള്ളിൽ നമുക്ക് ഈ പ്രശ്നം കുറെ പരിഹരിക്കാൻ പറ്റിയല്ലേ? പരിഹരിക്കാൻ പറ്റാതെ നടക്കൂല.
നടക്കൂല പറഞ്ഞ മൃഗങ്ങൾ ഉപരിക്കല്ലോ. ബാക്കി നിർത്തൂല, അത് നിർത്തൂല അല്ലേ? മാറ്റി നിർത്താൻ പറ്റൂല. അതിനെ മാറ്റി നിർത്തിട്ട് ഒരു പരിപാടി നടക്കൂല കാട്ടില്. അല്ല എന്ത് വെച്ചാലും അത് നോക്കും. ആന മറിക്കും. ആന കിടക്കും. ഇപ്പത്തെ ഹാങ്ങിങ് ഫെൻസിങ് വന്നല്ലോ, തൂക്ക് ഫെൻസ്. അതിൽ ആന കിടക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് കിടക്കുന്നു. ബത്തേരിയൊക്കെ മറ്റേ ഇത് മുട്ടിക്കൊമ്പൻ എന്ന് പറഞ്ഞൊരു ആന ഇതെവിടെ ഇതിൻ്റെ ഇടയ്ക്ക് 2 ദിവസം കിടന്നു. ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ട് ആണല്ലേ? ഹാങ്ങിങ് ഫെൻസിങ് നടക്കാനൊന്നാവില്ല. റോപ്പ് ഫെൻസിങ് അതും ചാടി കിടക്കും. റോപ്പ് ഫെൻസിങ് അതും കിടക്കുന്നേ. കിടക്കും. അതിന് രക്ഷയില്ലാന്ന് നമ്മളും വിഷന്നാ പോവല്ലോ. കഴിഞ്ഞാൽ എവിടെയും ചാടി കിടങ്ങൂലേ? അതെ. പിന്നെ നഷ്ടപരിഹാരമൊക്കെ വളരെ കുറവാണ്. എന്തെങ്കിലും നശിപ്പിച്ചാലൊക്കെ അതൊന്നും കാര്യമില്ല. ഇപ്പോൾ 1 ഏക്കർ നെൽകൃഷി എടുക്കണേ എത്ര പൈസ വേണോ? 50,000 രൂപ വേണം. സത്യം. സർക്കാരിൻ്റെ അടുത്ത് എത്ര കിട്ടും? ഏറി വന്ന ഒരു 10,000 രൂപ കിട്ടും. 10,000 കൊണ്ട് 50,000 നേർത്താൻ പറ്റുമോ? 40,000 ആര് തരും? അതാണ് നെൽകൃഷി കുറഞ്ഞു പോയത്. നെൽകൃഷി വല്ലാണ്ട് കുറഞ്ഞല്ലേ? കുറഞ്ഞു പോകുന്നത്. നെൽകൃഷിയൊന്നും ഇല്ല. നെൽകൃഷി വേണം. ശരിക്കും പറഞ്ഞാൽ വെള്ളം സ്റ്റോർ ചെയ്യുന്ന കൃഷി എന്ന് പറഞ്ഞാൽ നെൽകൃഷിയാണ്. ഏത് കൃഷി നിങ്ങൾ എടുത്ത് വെച്ചോ, ഏറ്റവും കൂടുതൽ നെൽകൃഷിയാണ്. വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഏക കൃഷി മണ്ണിലേക്ക് വെള്ളം സ്റ്റോർ ചെയ്യുന്ന 6 മാസം വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഒരു കൃഷി നെൽകൃഷിയാണ്. അതിനെ നമ്മൾ കണ്ടില്ല എന്ന് അടിച്ചാൽ നമ്മൾ വലിയൊരു വില കൊടുക്കേണ്ടി വരും. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മരുഭൂമിയായി പോലെ. മരുഭൂമി ഉറപ്പല്ലേ? ഇപ്പം അത്യാവശ്യം കൃഷി എടുക്കുന്നതുകൊണ്ടാണ് അത്യാവശ്യം വെള്ളം നിൽക്കുന്നത്. ജൂൺ മുതൽ ഏകദേശം ജനുവരി ഫെബ്രുവരി വരെ എന്താവും, കൃഷിക്കാരെന്തായാലും നെല്ലിന് വെള്ളം വേണമല്ലോ, അത് സ്റ്റോർ ചെയ്യും. പിന്നെയാണ് അത് നെല്ല് ഇതാക്കാൻ വേണ്ടിയിട്ട് പുറത്തു വിടുള്ളൂ. അതിപ്പോൾ ഏറ്റവും കൂടുതൽ നെൽകൃഷിയല്ലേ സ്റ്റോർ ചെയ്യുള്ളൂ. ഒരു കൃഷിയും അതുപോലെ സ്റ്റോർ ചെയ്യുന്ന ഒരു കൃഷിയും ഇല്ല. നെല്ല് പോലെ അല്ലേ? നെല്ല് സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യം. പിന്നെ അത്യാവശ്യം തന്നെ തീർച്ചയായിട്ടും. നാടിനാണെങ്കിലും എല്ലാ വനത്തിനാണെങ്കിലും ഒക്കെ നെൽകൃഷി വേണം. ആനയുടെ ഒരു രീതി പറയുകയാണെങ്കിൽ ഇപ്പം ഈ തിരുനെല്ലി റേഞ്ചിലൊക്കെ എത്ര ആന ഉണ്ടാവും? അങ്ങനെ വല്ല ഒരു കണക്കൊക്കെ ഉണ്ടോ? അത് നമുക്ക് വനവകുപ്പിനെ പറയാൻ പറ്റില്ല എത്രയുണ്ടെന്ന്. വനവകുപ്പിന് അവർക്കും കൃത്യമായിട്ട് ഒരു കണക്കൊന്നുമില്ല. അവർ ഈ ക്യാമറ വെച്ചിട്ടും ആനപ്പിണ്ടൊക്കെ കണക്കെടുത്തിട്ടൊക്കെയാണ് അവർ പറയുന്നത് ഇത്രയുണ്ട്. അത്രയൊന്നും അല്ല, അതിൽ കൂടുതലുണ്ടാവും. ഇപ്പോൾ വയനാട്ടിൽ തന്നെ 200 കടവയെന്ന് പറഞ്ഞാൽ 200 കടവയാണോ? അല്ല, ക്യാമറയിൽ കിട്ടുന്നത് അവർ അടയാളം വെച്ചിട്ട് അങ്ങനെ പറയുന്നല്ല. ആ ക്യാമറ കൊടുക്കാത്ത ഒരുപാടുണ്ട്. പിന്നെ ചിലവർ പറയുന്നത് ഒരു ഏരിയയിൽ ഒരു കടവാണ്, ഒരു ഏരിയയിൽ ഒരു കടവെന്നല്ല. അപ്പം എന്നെ ആക്രമിച്ചത് എത്രയാ? 2 കടവല്ലേ? അതിൽ രണ്ടുണ്ടായില്ല, ഒന്നാണ് എന്നെ ആക്രമിച്ചത്. 2 കടുവ ഉണ്ടായിരുന്നു. പിന്നെ 2 കടുവ ഉണ്ടായിരുന്നു. എന്നെ ആക്രമിച്ച കൂട്ടത്തിൽ 2 എണ്ണം. അതിൽ ഒരെണ്ണമാണ് എന്നെ ആക്രമിച്ചത്, എന്നെ അറ്റാക്ക് ചെയ്തത്. പിന്നെ ഒന്ന് അപ്പുറത്തുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടായ സാധനമാണ്. ചില ആളുകൾ അതിനെ പറയുന്നത് ഒരു ഏരിയയിൽ ഒരു കടുവേ ഉണ്ടാവും, രണ്ടാമത്തെ ഒരു കടുവ ഉണ്ടാവില്ല. എന്നെ ആക്രമിച്ചെങ്കിൽ 2 കടുവ വന്നു. ഇപ്പോൾ ഒരാൾ നടന്നുകൊണ്ട് വന്ന് ആക്രമിക്കാൻ വേണ്ടി ചാടി വീഴുന്ന കടുവ എങ്ങനെയാണ്? കുനിഞ്ഞു നിട്ടണം? അല്ല, അത് ആക്രമിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു തന്നെ വരുന്നു. ആനയാണെങ്കിൽ കൂടുതലും ചെയ്യുന്നത് മോക്ക് ചാർജിങ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ചാർജ് ചെയ്യുക മാത്രമേ ഉള്ളൂ, അങ്ങനെ ഉപദ്രവിക്കാനായിട്ട് ചെയ്യില്ല, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ചില ആനകൾ വരുന്നത് ചിലത് ഒച്ചിട്ട് നോക്കും, ആളുണ്ടോ നോക്കും. ചിലത് ആ സമയത്ത് ആളില്ലാന്ന് കണ്ടാൽ അത് മെല്ലെ ഇറങ്ങി വരും. ആളുണ്ടെന്ന് കണ്ടാൽ അത് കുറച്ച് മാറും. ചിലത് ലൈറ്റ് അടിക്കേണ്ട താമസമുള്ള ഓടി വരും. ചിലത് നമ്മൾ ഒച്ചിട്ടാൽ നമ്മൾ അത് തിരിഞ്ഞു പോകും. ഇങ്ങനൊക്കെ തന്നെ പല സ്വഭാവമുള്ള ആനകളുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഒരു 100-500 മീറ്റർ അപ്പുറത്തുണ്ടെങ്കിലും മനുഷ്യൻ്റെ ഒച്ചകെട്ട ഓടി വരും. ചിലത് അങ്ങനെ വരൂല. അങ്ങനെ പല സ്വഭാവത്തിൽ രീതിയിലുള്ള മൃഗങ്ങളുണ്ടെന്ന്. ആന ഒത്തിരി പെരുകി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആന ഈ മരങ്ങളൊക്കെ തള്ളി നശിപ്പിക്കുമല്ലേ? ശരിക്കും പറഞ്ഞാൽ വനം ഒത്തിരി ഈ ആന പെരുകി കഴിഞ്ഞാൽ നശിക്കുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ അത് അതിന് മനഃപൂർവ്വം അല്ല ഈ ആന തള്ളിയിടുന്നത്. അതിന് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തള്ളിയിടുന്നത്. അല്ലാതെ മനഃപൂർവ്വം വന്നിട്ട് ഒരു മരത്തിൽ അത് തള്ളിയിടില്ല. അത് ഭക്ഷിക്കാൻ വേണ്ടി അതിന് പറ്റിയ തേക്കാണെങ്കിൽ അതിൻ്റെ തോല് തിന്നാൻ വേണ്ടി, അല്ലെങ്കിൽ വെണ്ടയ്ക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്, തടിച്ച് പറുത്ത്, അതൊക്കെ ഉണ്ടെങ്കിൽ അത് അത്യാവശ്യം തള്ളിയിടും. മാങ്ങ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിന് കിട്ടില്ല. അങ്ങോട്ട് കുറേ ഉന്തി നോക്കും. തെങ്ങാണെങ്കിൽ ഉന്തി നോക്കും, മറിച്ചിട്ടാ തിന്നും. അതിന് വേണ്ടിയിട്ടാ, ഭക്ഷിക്കാൻ വേണ്ടി മാത്രം. അല്ലാതെ വെറുതെ വന്ന് ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവം ആനയ്ക്കില്ല. അതാ ഞാൻ ചോദിച്ചേ, ഒരു പരിധി കൂടുതൽ ഈ ആനയൊക്കെ കാട്ടിൽ കൂടി കഴിയുമ്പോൾ ഈ കണ്ടമാനം ഇതുപോലെ മരങ്ങൾ മറിക്കുമല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ കാട് നശിക്കുമല്ലോ ചെയ്യുന്നത്. അത് നശിക്കും. ഇത് വേറെ മാർഗ്ഗമില്ല. ഇത് പെരുകിപ്പോയില്ലേ? അതിന് വയറുന്നുണ്ട്. ചെറുപയറല്ല, നമ്മളത് പോലെ കുറച്ചല്ലല്ലോ. അതിന് ഒത്തിരി പിന്നെ സാധനങ്ങൾ വേണമല്ലോ. കിൻഡിൽ കണക്കുന്ന സാധനം വേണം. അതിന് വിശപ്പടക്കണ്ടേ? ഒരു ദിവസം 200 കിലോ തോറ്റല്ലേ? പിന്നെ അതിന് വിശപ്പടക്കാൻ വേണ്ടി നമ്മളാണെങ്കിൽ ചെയ്യൂലേ? അതിന് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാട്ടിലില്ല, സാധനമില്ല, നാട്ടിലൊന്നും തിന്നാനില്ല. ഇല്ല. ആകെളിപ്പോൾ ഒരു സെന്നയുണ്ട്, അല്ലാണ്ട് വേറെ എന്താ? നാച്ചുറലായിട്ട് എന്ത് കിട്ടാനിപ്പോൾ അതിന് ഒന്നും കിട്ടാനില്ല. പണ്ടൊക്കെ മുളയുണ്ട്, അതെല്ലാം നശിച്ചു പോയില്ലേ? ഇപ്പോൾ മുളയും ഇല്ലല്ലോ. പക്ഷെ മുളയുള്ള സ്ഥലത്തും ആന മുളയും തിന്നുന്നില്ല കേട്ടോ. ഇപ്പോൾ ആനയുടെ ഭക്ഷണ രീതികളും മാറിയിട്ടില്ലേ? എന്തിനാണ് നാട്ടിൽ നമ്മളിപ്പോൾ എപ്പോഴും കഞ്ഞി കുടിക്കുന്ന ഒരാൾ ബിരിയാണി കഴിക്കണം തോന്നിയ പിന്നെ നമ്മൾ ഉള്ളിടത്ത് പോകില്ലേ? സത്യം. അതുപോലെ തന്നെ ആനനും അതന്നെ. ഇപ്പോൾ വാഴ, അതുപോലെ തെങ്ങ്, കവുങ്ങ്, അതുപോലെ ബാക്കി എന്തെല്ലാം സാധനം പറ്റും അതെല്ലാം അത്. നെല്ല് വരെ തിന്നുന്നുണ്ട്. നെല്ലും തിന്നും, ചക്ക.
മാങ്ങ ഇതൊക്കെ നല്ല നല്ല പഴങ്ങളല്ലേ, അപ്പൊ അത് ഭക്ഷിക്കാൻ തോന്നൂലേ? ഒന്ന് തിന്ന് അതിന്റെ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാട്ടില് വേണ്ട. അയ്യോ, കാട്ടില് നിൽക്കൂല അത്, വൈകുന്നേരം എങ്ങനെയും വരും അല്ലേ? ഇവിടെ ഒരു ആനയുണ്ട്, അതിന് ഏത് വഴി എല്ലാ വഴി അറിയാം. ഈ നാട്ടിലെ ഏത് വഴി അതിനറിയാം. ഒരു പ്രാവശ്യം പോയാൽ ആ വഴി മറക്കൂല. ഇത് കറക്റ്റ് ആ വഴിക്ക് തന്നെ വരും. അതിനറിയാം ഇന്ന വഴിയിലൂടെ പോയാൽ ഇന്ന സ്ഥലത്ത് എത്താം. പോയ വഴിക്ക് അത് പിന്നെ വരൂല. അങ്ങനെയുണ്ട്. ചില ആനകൾ ആ പോയ വഴിക്ക് വരും, ചില ആന വരൂല. അതിനറിയാം ജനങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ആ വഴിക്ക് വരില്ല. പിന്നെ ജനങ്ങൾ ഒരു പരിവരെ ഇത് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ്. അല്ലാണ്ട് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനോട് ദേഷ്യം പിടിച്ചിട്ടോ അല്ലെങ്കിൽ ആനിനോട് വെറുപ്പ് വെച്ചിട്ടോ ഒന്നുമല്ല. മൃഗത്തിനോട് വെറുപ്പൊന്നും വിചാരിച്ചിട്ടില്ല. അവരെ സാധനം നഷ്ടപ്പെടുമ്പോഴുള്ള സങ്കടം കൊണ്ട് ചെയ്തു പോകുന്ന അല്ല പറഞ്ഞു പോകുന്ന. ഈ ഇത്തരം നമ്മളൊക്കെ ഒരുപാട്, ഞാൻ വാച്ചറായിരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ ഇപ്പോൾ പല ആൾക്കാർ ചെയ്ത് പറയും. എന്തുകൊണ്ട്? മനഃപൂർവ്വമല്ല, അവരെ സങ്കടം കൊണ്ടാ. അവർ ജീവിക്കേണ്ട മാർഗമാണല്ലോ പോകുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ പ്രതികരിച്ചു പോകും. 7-8-9 മാസത്തെ അധ്വാനം. പിന്നെ ഒരു വർഷത്തോട് നെല്ലൊക്കെ ഒരു വർഷം കാത്തുനിൽക്കുന്ന കാലം പെട്ടെന്ന് സുഖത്തിൽ ആന വന്ന് തിന്നു പോയാൽ അവൻ്റെ എല്ലാം നഷ്ടപ്പെട്ടൂലേ? സത്യം. എന്നാൽ നഷ്ടപരിഹാരമെങ്കിലും ഉണ്ടെങ്കിൽ തുച്ഛമായ പൈസയുള്ളൂ. ഇത് വാങ്ങിയെടുത്ത് തിരിച്ച് കൊടുക്കുമ്പോഴാണല്ലോ തിരിച്ച് കിട്ടണ്ടേ. അങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ട്. ഒരു ആനയ്ക്കൊക്കെ എത്ര വയസ്സ് വരെ, ആനയൊക്കെ എത്ര വയസ്സ് വരെ ജീവിക്കും? അതിനെ കൃത്യമായിട്ട് കണക്കാൻ എനിക്കറിയില്ല. ഇല്ലല്ലേ? കൂടുതലും കൊമ്പ് വെച്ചിട്ടൊക്കെ ആയിരിക്കും എൻ്റെ പ്രായം അളക്കുന്നത്. അതെ, പല്ലിൻ്റെ തോന്നുന്നു. കൊമ്പായിരിക്കില്ല, പല്ലാന്ന് തോന്നുന്നുണ്ട്. പ്രായത്തിന് കണക്ക് എനിക്കറിയില്ല. പിന്നെ മാനും വല്ലാണ്ട് പെരുകിണ്ടല്ലേ? മാൻ ഇഷ്ടം പോലെ എവിടെ തട്ടിട്ട് മുട്ടി നടക്കാൻ പറ്റുന്ന അവസ്ഥയായി. അതെ. അല്ല, ഇപ്പം പണ്ടൊക്കെ നമ്മൾ ഈ വയനാട്ടിലെ പല പറമ്പിൽ കൂടെ പോകുമ്പോഴേ മഴക്കാലത്തൊക്കെ അട്ട കടിക്കുമെന്നൊരു പേടി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ വേനൽക്കാലത്ത് പോലും പറമ്പിൽ കൂടെ പോകുമ്പോൾ മാനുണ്ണി കടിക്കുമോ എന്നുള്ളൊരു പേടിയിലാണ് ഇപ്പം ആൾക്കാർ. പിന്നെ പറയണ്ട, ആ രീതി പറമ്പിലാണെങ്കിൽ വേറെ എവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ എല്ലാ വഴിക്കുണ്ട്. അട്ട പെരുകുന്നത് ഒന്നാം മൃഗങ്ങളെ കൊണ്ടാണ്. അത് അവിടുന്ന് കടിച്ചിട്ട് അവിടുന്ന് വിട്ടാൽ വേറെ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ വീഴും. അങ്ങനെ എല്ലാ മൃഗങ്ങളെ കാലിലും ഉണ്ടാവുമല്ലോ. പക്ഷെ ഈ ഭാഗത്ത് നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വീടൊക്കെ സ്ഥലമൊക്കെ ഒഴിവാക്കി ഉപേക്ഷിച്ചൊക്കെ പോയിട്ടുണ്ടോ? അങ്ങനെ കുറേ ആൾക്കാർ ഇവിടുന്ന് മാറിപ്പോയിട്ടുണ്ട്. സൗകര്യം കുറവല്ലേ, ഈ വന്യമൃഗ ശല്യവും കാര്യങ്ങളായതുകൊണ്ട് ഇവിടുന്ന് മാറിപ്പോയ ആൾക്കാർക്കുണ്ട്. ടൗണിനോട് ചേർന്ന് പോയ ആൾക്കാരുണ്ട്. പിന്നെ എവിടെ പോകാൻ, ചില ആൾക്കാർക്ക് എവിടെ പോകാൻ മാർഗമില്ല, അതുകൊണ്ട് ഇവിടെ തന്നെ താമസിക്കും. പിന്നെ ഈ ടൂറിസം, അതായത് നമ്മളിപ്പോൾ ഈ കാട്ടിലേക്കൊക്കെ ട്രക്കിങ്, അങ്ങനെ മനുഷ്യർ കാട്ടിലേക്ക് കയറുന്ന പല പരിപാടികളുണ്ടല്ലോ, നമുക്കൊക്കെ പോകാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും ഈ മൃഗങ്ങളെ എന്തെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? മൃഗങ്ങളെ ബാധിക്കുന്ന പറഞ്ഞാൽ പണ്ടൊക്കെ മനുഷ്യനും മൃഗങ്ങളും ഒരു അന്തരമുണ്ടായിരുന്നു ഇല്ലേ? ഇപ്പം ആ അന്തരമില്ല. ഉണ്ടോ? നമ്മളും മൃഗങ്ങളെ ഏകദേശം എന്താ പറയുക അടുത്ത് ചെന്ന് അതിനെ തൊടുന്ന പോലെ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക, ഇതൊക്കെ ചെയ്യുക. അപ്പോൾ അതിന് പേടിയില്ലാണ്ടായി. മനുഷ്യന് തമ്മിൽ കൂടുതൽ അടുത്തു. അപ്പോൾ അതിന് നാട്ടിൽ വരുമ്പോൾ ഇതന്നെ അവസ്ഥ. ഇത് അത്രയല്ലേ ഉള്ളൂ. അവർ കാട്ടിൽ വന്ന് കാണിക്കുന്നതല്ലേ നാട്ടിലൂ. അതിനൊരു പ്രത്യേക വേറൊരു സ്വഭാവം ഇല്ലല്ലോ. ആ നാടെന്നോ വീടെന്നോ അതിനറിയില്ല. അത് എൻ്റെ പറമ്പാന്നോ അല്ലെങ്കിൽ വേറെത്തിൻ്റെ പറമ്പാന്നോ അതിനറിയില്ല. അത് വരും, അതിൻ്റെ ആവശ്യം നടത്തും, പോവും, അത്ര തന്നെ. ഇപ്പം കാട്ടിൽ പോകുമ്പോൾ എന്താ ഒരു ഫോട്ടോ എടുക്കും, അടുത്ത് പോയിട്ടൊക്കെ ഫോട്ടോ എടുക്കും. ചില ആൾക്കാർ തന്നെ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് നോക്കും, കാട്ടുപോത്തിൻ്റെ നോക്കും, എല്ലാ സാധനത്തിനും അടുത്തൊക്കെ നോക്കുമല്ലോ. അതിന് ചിലപ്പോൾ ഇറങ്ങിച്ചെല്ലും. അതിങ്ങനെ കണ്ട് ശീലിക്കും. അപ്പോൾ ഭയമില്ലാണ്ടായി, തമ്മിലുള്ള ആ ഭയങ്ങൾ കുറഞ്ഞ്. അപ്പം നാട്ടിൽ വരുമ്പോൾ ഇതേ അവസ്ഥ എന്ന് അത് വിചാരിക്കും. അതല്ലേ വീട്ടുമുറ്റത്തൊക്കെ വരുന്നത്. പണ്ടൊക്കെ വീട്ടുമുറ്റത്ത് വരുമോ? വരൂല. മനുഷ്യൻ്റെ ഒച്ച കേട്ടാൽ മാറിപ്പോകും. ഇപ്പോൾ ആ മനുഷ്യൻ്റെ ഒച്ച കേട്ടാൽ ഇങ്ങോട്ട് വരുവാ. സത്യം ഇല്ലേ? അതങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് എത്തി. ഇപ്പോൾ അതിന് കൂടുകയുള്ളൂ. ഇനി കൂടത്തുള്ളൂ അല്ലേ? കൂടത്തേ ഉള്ളൂ. ഇനി കുറയില്ല. അതെന്തായാലും ഇത് കുറയ്ക്കാൻ പറ്റൂല. നിയമം അതാണല്ലോ. നിയമങ്ങൾ മാറിയാൽ കുറേ വ്യത്യാസം വരില്ലേ? പന്നി എന്നൊക്കെ സാധനത്തിന് അതില്ലാണ്ടാക്കാൻ തന്നെ ചെയ്യണം. കുരങ്ങ് ഭയങ്കര ഉപദ്രവകാരികളാണ്. നമ്മൾ വിചാരിക്കണ്ട, അത് ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തി തോന്നുന്നു. ഷെഡ്യൂൾ 1 പക്ഷേ ഭയങ്കര മനുഷ്യനെ ഉപദ്രവിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ വലിയൊരു ഉപദ്രവിക്കുന്നത്. പെണ്ണുങ്ങന്മാരെ തീരെ അടുപ്പിക്കില്ല അത്. ആണുങ്ങന്മാരെ കണ്ട പിന്നെ ഓടും. ഓട് പൊളിച്ച് പരക്കാത്ത ഓട് പൊളിച്ച് പെരക്കെടുക്കുക, അത് ചോറ് വെച്ചെടുത്ത് കളയാ. അത് ചെയ്യാത്ത പരിപാടിയില്ല. എൻ്റെ അമ്മോ, അതിനോട് സഹിക്കാൻ പറ്റൂല. ആനെ പിന്നെയും സഹിക്കാം, അത്രയും സഹിക്കാൻ പറ്റില്ല. നമുക്ക് കാണുമെങ്കിലും ചെയ്യാം. ഇതിനെ കാണില്ല. എപ്പോഴാണ് വരുന്നത്? ഇത് ഓടി മരത്ത് കയറും. അതിനും കൂടെ ആരോടും, ആരെന്ത് ചെയ്യും? ഭയങ്കര ദുരിതം തന്നെ. ഇനി ഫോറസ്റ്റിന്റെ സൈഡിൽ താമസിക്കാൻ പറ്റൂല. ഡ്യൂട്ടിയൊക്കെ എത്ര സമയമാണ് ചേട്ടൻ്റെ ഒക്കെ? ഇപ്പോൾ ഫയറിന്റെ സീസൺ ആയതുകൊണ്ട് ഒരു 10 മണി തൊട്ട് 6 മണി വരെ. 10 മണി അപ്പോഴാണ് വെയിൽ ചൂടാവുന്നത്. പിന്നെ 6 മണി ശേഷം കുഴപ്പമില്ല. അതിന് പിന്നെ രാത്രി തീയ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പൂവ കിടത്താനൊക്കെ പണം വിളിച്ചാൽ അല്ലെങ്കിൽ പോകണ്ട. അങ്ങനെ മനഃപൂർവ്വം തീ വെക്കുന്ന കേസുകളുണ്ടല്ലേ? ഇപ്പം അങ്ങനെ എത്രയോ കുറവാണ്. ചില അന്നേരം വെക്കും, ചില ആളുകൾ വെക്കും. വെക്കൽ ആളുകൾ കുറവാണ് ഇപ്പോൾ. കൂടുതലും അല്ലാണ്ട് അറിയാണ്ടും ഒക്കെ വെക്കും. മനഃപൂർവ്വം വെക്കുന്ന ആൾക്കാർ തന്നെ കൂടുതലും. പിന്നെ വാച്ചർമാരുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ചില പേടിക്കും. കേസും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ചില ആൾക്കാർ മനഃപൂർവ്വം കൊണ്ട് വെച്ചാലും.
പക്ഷെ അങ്ങനെ തീ വെക്കുന്നതും ഒരു തരത്തിൽ പറഞ്ഞാൽ ദോഷം തന്നെയല്ലേ ദോഷം തന്നെ. നമുക്ക് വിറകുണ്ടാവില്ല, കുടിവെള്ളത്തിനൊരു ബുദ്ധിമുട്ട് വരും, നീറുറവയ്ക്ക് ബുദ്ധിമുട്ട് വരും. പിന്നെ മൃഗങ്ങളെല്ലാം അതെ മൊത്തത്തിൽ നാട്ടിലേക്ക് ഇറങ്ങാൻ തോന്നും. കാട്ടിലൊന്നും ഉണ്ടാവില്ല. അത് ചെയ്യുന്നത് വളരെ മോശമായ കാര്യം തന്നെ. തീ വെക്കൽ, കാട്ടുതീ ഒരിക്കലും പാടില്ല. അത് ശരിയില്ല. കുറേ ചെടികൾ കത്തി നശിക്കും. അതെ സ്വാഭാവികമായിട്ട് വരുന്ന കുറേ ചെടികളുണ്ടാവും, അതൊക്കെ കത്തി നശിക്കും. അങ്ങനെ പല വിഷയങ്ങളുണ്ട്. പിന്നെ ചേട്ടാ, ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നത് ഈ മനുഷ്യ വന്യജീവി സംഘർഷം വിഷയങ്ങളാണ്. ആളുകളുടെ നേരെയും കൃഷികളുടെ നേരെയും ഒക്കെ വന്യമൃഗങ്ങൾ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാട് കയ്യേറിയത് കൊണ്ടാണ് മൃഗങ്ങൾ ഇങ്ങനെ വരുന്നതെന്ന് പറയുന്നതിന് അതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല, കാട് ആരെ കയ്യേറിയത്? ഇപ്പം അങ്ങനെ ആരും കയ്യേറിയല്ലൊന്നുമില്ല. പണ്ട് ഒരു 10-20 വർഷത്തിന് വർഷമൊന്നുമല്ല, ഒരു 50 വർഷത്തിന് ഇങ്ങോട്ടൊക്കെ അങ്ങനെ ആരും കാടും കയറിയിട്ടൊന്നുമില്ല, കാട് കയ്യേറിയിട്ടൊന്നുമില്ല. 72 ആ നിയമം വന്നതിന് ശേഷം അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇല്ല. അങ്ങനെ ആരും അങ്ങനെ കയ്യേറാനും പറ്റില്ലല്ലോ. നിയമം ഉണ്ടല്ലോ, അത് എത്തിച്ചു പിടിക്കുകയും ചെയ്യുന്നുണ്ട്. കയ്യേറിയതൊക്കെ എത്തിച്ചു പിടിക്കുന്നുമുണ്ട്. പിന്നെ ഈ ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ശാശ്വത പരിഹാരം ഇല്ല. ഇതിനങ്ങനെ ഒരു പരിഹാരം ഇല്ല. ശാശ്വത പരിഹാരം ഒട്ടുമില്ല. പിന്നെ അതിന് കുറേ എന്താ പറയുക, സംഘർഷമൊക്കെ കുറയ്ക്കാമെന്ന് മാത്രം. അതിനൊരു എന്താ പറയുക, നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ എന്തെങ്കിലും ചെറിയ പരിഹാര മാർഗ്ഗങ്ങളേ ഉള്ളൂ എൻ്റെ ഒരു നിഗമനത്തിൽ. അത് ശക്തമായ ഒരു ശാശ്വത പരിഹാരം എന്ന് വെച്ചാൽ അതിന് ശാശ്വത പരിഹാരം ഇല്ല. പക്ഷേ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിക്കേണ്ടി വരൂല. കണ്ടുപിടിക്കേണ്ട ഒരു ടെക്നോളജി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് എന്തെങ്കിലും. ഇപ്പോൾ കുറേ ടെക്നോളജി വെച്ചിട്ട് അത് ചെയ്യുന്നുണ്ട്. ഫെൻസിങ് വന്നു, തൂക്ക് ഫെൻസിങ് വന്നു, ട്രെഞ്ച് വന്നു. ഇതെല്ലാം മറികടന്ന് ആനയ്ക്ക് പറ്റി. ഇപ്പോൾ റെയിൽ ഫെൻസിങ് വന്നു, അതും മറികടക്കാൻ തുടങ്ങി. മറിച്ചിട്ടില്ലെങ്കിൽ പോലും അതിന്റെ മോളിൽ കൂടി കടന്നിട്ട് അങ്ങനെ അതൊന്നും കാണുമ്പോൾ ആനയ്ക്ക് പണ്ടുള്ളവർ പറഞ്ഞു കേൾക്കാം. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു കേൾക്കായിരുന്നു, ആനയ്ക്ക് രാജബുദ്ധി എന്ന് പറയുന്നത്. നമ്മളൊന്നും മനുഷ്യരൊന്നും കണ്ടുകൊടുക്കുക, ആന വേറൊന്നും കണ്ടു. ഇപ്പോൾ ഒരു ആന ഒരു പ്രാവശ്യം ഒരു സ്ഥലത്ത് കൂടി കടന്നാൽ വേറെ ആന വന്ന് ആ വഴിക്ക് ആ ആന വന്ന് കിടക്കും. ആന നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്, അതേ വഴി കൂടി തന്നെ വേറെ ആന പോയാൽ അതേ വഴി. അതെ, നല്ല ബുദ്ധിയുള്ളത് കൊണ്ടായിരിക്കും. ഇത്രയും സംവിധാനങ്ങൾ വന്നിട്ടും ആന അതിനെ മറികടന്നില്ലേ? ഇപ്പോൾ തൂക്ക് ഫെൻസിങ്ങാണ് നമ്മൾ ഈ ഏരിയയിലുള്ളത്, അതിന് മറികടന്ന് പോകുന്നുണ്ട്. പിന്നെ വാച്ചർമാരായിട്ടുള്ള ചേട്ടനെ പോലെയുള്ള ആളുകൾ കാട്ടിലേക്ക് പോകുമ്പോൾ ഈ കുറഞ്ഞ പടക്കം മാത്രമല്ലേ? പടക്കം ടോർച്ച് മാത്രമേ, വേറെ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിസ്ക് എടുത്തല്ലേ ഇതൊക്കെ? പിന്നെ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ പറയേ വേണ്ട, അത് റിസ്ക് അത് അനുഭവിച്ച ആൾക്ക് പറഞ്ഞാലേ മനസ്സിലാവും. ഒരു മഴയും കാറ്റ് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ആന വരുന്ന പടക്കം പൊട്ടുമോ? പടക്കവും പൊട്ടുമോ, പിന്നെ ആന വരുന്ന ഒച്ച വെക്കുമോ? പിന്നെ ഒരു ഇതാണ് നമ്മൾ അത്രയും സൂക്ഷിച്ചങ്ങനെ പോവും. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ തെന്നി വീഴാനും ഭയങ്കര പാടാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അതിനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. പിന്നെ ചെറിയ ഷെഡ് എവിടെയെങ്കിലും വെച്ച് അതിന് പിന്നെ കുറേ കഴിയുമ്പോൾ കുറച്ച് വന്നിരുന്ന് കുറച്ച് പിന്നെയും ഒന്ന് പോയി നോക്കി ഒരു ഗ്യാപ്പ് കിട്ടും, അങ്ങനെ നമ്മൾ പോയി നോക്കാം. അപ്പോൾ ടോർച്ചിൻ്റെ വെട്ടം കാണുമ്പോൾ കുറച്ച് മാറിപ്പോവും. ചിലത് നമ്മളും പരിച്ച് നാട്ടിൽ കയറും. ഇങ്ങനൊക്കെ തന്നെ. കുറച്ചുകൂടി നല്ലത് കാവലാണ് ഒന്നും കൂടി നല്ലത്. കുറേ സമാധാനം കിട്ടുന്നത്. അല്ലാണ്ട് മറ്റതിനെ വിശ്വസിച്ചിട്ട് ഒരു കൃഷി ഇറക്കാൻ പറ്റൂല. മറ്റവൻ ധൈര്യം കാവക്കാരുണ്ടെന്നുള്ളൊരു ധൈര്യം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഈ എടുക്കുന്ന റിസ്കിനനുസരിച്ചുള്ള കൂലി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്? ഇല്ലല്ലേ. അത് ഫണ്ട് വരുന്നതനുസരിച്ച് അവർ ഡിവൈഡ് ആക്കിയിട്ട് എത്ര വാച്ചവരുണ്ടെന്നൊക്കെ അതിനനുസരിച്ച് പൈസ എഴുതുക ചെയ്യാം. പിന്നെ ഒരു സേഫ്റ്റി ഇല്ല ശരിക്കും. നിങ്ങൾക്ക് പെൻഷനൊക്കെ ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. പെൻഷനും ഇല്ല, ഒന്നുമില്ല. മറ്റുള്ള ആനുകൂല്യങ്ങളൊന്നുമില്ല. ആനുകൂല്യം എപ്പോൾ വേണമെങ്കിൽ പിരിച്ചു വിടും. അങ്ങനെയാ? അത് താൽക്കാലികക്കാരല്ല? സ്ഥിരമല്ലല്ലോ. സ്ഥിരമാണെങ്കിലും പിരിച്ചു വിടാൻ പറ്റില്ല. 60 വയസ്സ്. അല്ല, അതിന് പെൻഷൻ ഉണ്ടാവോ സ്ഥിരക്കാർക്ക്? അതിന് പെൻഷൻ ഉണ്ടല്ലേ? ചേട്ടൻ താൽക്കാലിക അല്ലേ? താൽക്കാലികം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇപ്പം രാഷ്ട്രീയത്തിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രാഞ്ച് സെക്രട്ടറി ആണ്, ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. അങ്ങനെയൊക്കെ പ്രവർത്തിച്ച് വരുന്നുണ്ട്. അതായത് നാടുമായിട്ടൊക്കെ എല്ലാവരുമായിട്ടും നല്ലൊരു ബന്ധങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്കുണ്ട്. ഞാൻ ഏതായാലും ഇപ്പം ഇങ്ങനെ നമ്മൾ ഈ വാച്ചർമാരോട് ചോദിച്ചാലേ നമുക്ക് ശരിക്കും കാടിനെ ശരിക്കും അറിയുന്ന ആളുകൾ നിങ്ങളാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ വലിയ എന്താ പറയുക, അതിൻ്റെ വലിയ ശാസ്ത്രീയ നാമം ഒന്നും പറഞ്ഞു തന്നില്ലെങ്കിൽ പോലും പിന്നെ ബേസിക് ആയിട്ടുള്ള നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ നിങ്ങളോട് ചോദിച്ചാൽ കിട്ടും. അതെ, അതെനിക്ക് അറിയാവുന്ന. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ആദ്യം ഓടി വരുന്ന മുഖം ചേട്ടനാണ്. അതാണ് ഞാൻ ഓടിങ്ങ് പോകുന്നത്. അപ്പോൾ ഏതായാലും വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു. സന്തോഷം. കുറച്ചു നേരം എല്ലാവരോടും സംസാരിച്ചതിനും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ച് തന്നാലും കേട്ടോ. അപ്പോൾ ശരിയെന്നാ. ഓക്കെ. സംസാരിക്കാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ ചോദിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ചോദിക്കാനുള്ള
ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കതിനൊക്കെ സമയപരിധികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ദാസേട്ടനെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കാണാനായിട്ട് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ചേട്ടൻ്റെ പേര് വെങ്കിടദാസ് എന്നാണ്. ചേട്ടനെ ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഒരു കടുവയുടെ വലിയൊരു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മനുഷ്യനാണ്. കടുവ അദ്ദേഹത്തെ കടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. കടിച്ചെന്ന് പറഞ്ഞാൽ തലയിലാണ് കടിച്ചത്. 52-56 സ്റ്റിച്ചിങ്ങാണ്ടുണ്ടായിരുന്നു. അത്രയും വലിയ, അതുകൊണ്ടാണ് ആ തൊപ്പി എപ്പോഴും ഇട്ട് നടക്കുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും വലിയ പരിക്കും കാര്യങ്ങളൊക്കെ പറ്റി ആ സമയത്താണ് ഞാനിവിടെ വന്ന് അത് എടുക്കുന്നതും അങ്ങനെ ആ വീഡിയോ വലിയ രീതിയിൽ ആളുകളിലേക്ക് എത്തുന്നതും പിന്നീട് അങ്ങോട്ട് ഒത്തിരി പേര് ആ വീഡിയോ കണ്ടിട്ട് തന്നെ ഒത്തിരി ആളുകൾ മെയിൻ സ്ട്രീം മീഡിയാസ് അടക്കം അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ടൊക്കെ ഇവിടെ വന്നതുമൊക്കെ. അങ്ങനെ ആ ചേട്ടനുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായി. അതിപ്പോഴും തുടരുന്നു. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ചേട്ടനെയാണ് വിളിക്കാറ്. ഏതായാലും വളരെ സന്തോഷം അദ്ദേഹത്തോട് സംസാരിച്ചതിലും. ഏതായാലും നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ. ഏതായാലും നമ്മളിപ്പോൾ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തുറന്നു കഴിഞ്ഞാൽ കുറേ ആളുകൾ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ സ്വന്തം ഭാവനയ്ക്കൊക്കെ അടിച്ചു വീഴുന്ന പല കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. അതൊക്കെ പലതും ഭാവനകളാണെന്ന് തന്നെയാണ് ചേട്ടൻ പറഞ്ഞത്. അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ മറ്റു പലതുമായിരിക്കും. ഓരോരുത്തരുടെ ഭാവനയിൽ വരുന്ന കാര്യങ്ങളൊക്കെ അവരുടെ രീതിയിലൊക്കെ അങ്ങ് എടുത്തിട്ട് തട്ടുകയാണ്. കുറേ പേര് അത് വിശ്വസിക്കും. അപ്പോൾ അങ്ങനെ ഏതായാലും നേരിട്ട് ജീവിതാനുഭവമുള്ള ഒരാളോടാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. അതായത് കടുവ എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ആൾ ഏതായാലും കേരളത്തിൽ വേറെ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത്രത്തോളം മൃഗങ്ങളുമായിട്ട് അല്ലെങ്കിൽ വന്യമൃഗങ്ങളുമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളോടാണ് ഞാൻ സംസാരിച്ചത് എന്നെനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. ഇനിയും ചോദിക്കാൻ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതിനൊന്നും നമുക്ക് ഈ ഒരു എപ്പിസോഡൊന്നും മതിയാവില്ല. ഏതായാലും പിന്നീട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ നമ്മൾ ഇനിയും ചേട്ടനെ കാണുന്നതായിരിക്കും. അദ്ദേഹത്തോട് വേറെ രീതിയിൽ നമ്മളിത് പുതിയ എപ്പിസോഡുകളൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.